السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وذرأ. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. صدق الله مولانا العلي العظيم. ബഹുമാനാദരവുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ, ഈ മഹത്താവുന്ന സ്റ്റേജിൽ ഉപവിഷ്ടരായ മഹത്തുക്കളായ സാദാത്തുക്കൾ, മറ്റ് പണ്ഡിതന്മാർ, വിശിഷ്ടാതിഥികൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മറ്റ് പ്രസ്ഥാന ബന്ധുക്കൾ, ഈ മഹത്താവുന്ന സദസ്സിൽ ഇവിടെ സമ്മേളിച്ച മറ്റുള്ള അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മറ്റുള്ള പ്രവർത്തകർ, നേതാക്കന്മാർ, ബഹുമാനമുള്ളവരെ, ഇതുപോലുള്ളതായ ഒരു പ്രതിഷേധ ഒരു റാലി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കല്ലാതെ മറ്റ് ഒരു മതസംഘടനക്കും ഈ കേരളത്തിൽ ഇതുപോലുള്ളൊരു റാലി നടത്താൻ സാധ്യമല്ല എന്ന് ഇവിടെ വിളിച്ചറിയിച്ചിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ റാലി വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിലായി കൊണ്ടിട്ട് നമ്മൾ ആസൂത്രണം ചെയ്ത് അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകർ അത് പൂർണ്ണമായി ഏറ്റെടുത്ത് അതിവിടെ നടപ്പാക്കിയിരിക്കുകയാണ് ചെയ്യണത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായി ഇവിടുത്തെ ഭരണകർത്താക്കളോട് നമുക്ക് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചെയ്തൊരു ഉപദേശമുണ്ട്. എനിക്ക് ശേഷം നിങ്ങൾക്ക് വരണം, നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്നത്തെ കാലത്ത് അൻസാറുകൾ ഒരു ന്യൂനപക്ഷമായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻസാറുകൾ ഒരു ന്യൂനപക്ഷമായി അവർ ഒരു പ്രതിപക്ഷ സ്വഭാവത്തിലായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഇപ്പം അങ്ങനെയുള്ളോ ഭരണം ഭൂരിപക്ഷത്തിന് ആരാണോ വോട്ട് ചെയ്ത് ഭൂരിപക്ഷത്തിന് കിട്ടുന്നത് അവരാണ് ഭരണകാലത്ത് വരിക, മറ്റുള്ളവർ പ്രതിപക്ഷമായിരിക്കും. അപ്പോൾ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചു, അൻസാറുകൾ ഇവിടെ ന്യൂനപക്ഷമാവും. ആ ന്യൂനപക്ഷമാവുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതായ ഏറ്റവും ഉന്നതമാവുന്ന ഒരു നിങ്ങൾക്കുണ്ടാവേണ്ട ഒരു സംസ്കാരവും ഒരു പ്രധാനപ്പെട്ട ഉപദേശത്തോടെ ഞാൻ ചെയ്യണത്, ഫഖ്ബൽ മിൻ മുഹ്സിനീഹിം. ആ അൻസാറുകളിൽ നിന്നിട്ട് നല്ല അഭിപ്രായങ്ങൾ നിങ്ങളോട് പറഞ്ഞു വരിക, നല്ല കാര്യങ്ങൾ നിങ്ങളോട് പറയുക, ഭരണപരമായിട്ട് നിങ്ങളെ സഹായിക്കാൻ വരുന്ന ആരുണ്ടോ അവർക്കുള്ള ഉപദേശങ്ങളും അവർക്കുള്ള സഹായങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിച്ച് അവർക്ക് വേണ്ടതുപോലുള്ള സ്ഥാനങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു. രണ്ടാമതൊന്ന് പറഞ്ഞത്, അവരിൽ നിന്നിട്ട് ആരെങ്കിലും നിങ്ങളുടെ ഈ ഭരണത്തിന് എതിർ നിൽക്കുകയും അല്ലെങ്കിൽ സഹകരിക്കാതെ ഇരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും വേണം. ഇതാണ് ഇവിടുത്തെ ഏത് ഭരണകർത്താക്കളും ശ്രദ്ധിക്കേണ്ടത്. ഭരണകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതായ ഏറ്റവും വലിയതായ ഒരു ഉപദേശമാണ്. ഇവിടെ ഇന്ത്യ രാജ്യം എന്നല്ല, ഏത് രാജ്യമാവട്ടെ, വ്യത്യസ്ത മതസ്ഥർ താമസിക്കുന്നതായ രാജ്യങ്ങളാവുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഇവിടുത്തെ ഭരണഘടനാ വകുപ്പൊക്കെ ഇവിടുന്ന് ബഹുമാനപ്പെട്ട സമസ്വായി പ്രസംഗിച്ചല്ലോ. 25-ാം വകുപ്പിലൊക്കെ ഭരണഘടന നമുക്ക് തരുന്നതായ ഏറ്റവും വലിയതായ ഒരു അവകാശമാണ്. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എന്നല്ല, ഇവിടുത്തെ ഏത് മതസ്ഥരാണെങ്കിലും അവർക്ക് അവരുടെ മത സ്വാതന്ത്ര്യം ഇവിടെ അനുവദിക്കപ്പെട്ടതാണ്, യാതൊരു സംശയമില്ല. ആ അനുവദിക്കപ്പെട്ട മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ നിന്നുള്ള ഒരു മുസ്ലിം ഇവിടെ ബാക്കിയാകുന്ന കാലത്തോളം ഈ ശബ്ദം ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, യാതൊരു സംശയം. അപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടതെന്ന്, ഈ വിശുദ്ധ ദീൻ എന്നുള്ളത് ഇതൊരു ഇലാഹിയായ ഒരു സംവിധാനമാണ്. ഈ ദീനിനെ സംബന്ധിച്ച് ഇത് ആരെങ്കിലും കുറേ ആളുകൾ വോട്ടെടുപ്പ് നടത്തിയിട്ടൊരു അഭിപ്രായം മാറ്റാനോ അല്ലെങ്കിൽ ഒരു നിയമം പാസ്സാക്കാനോ ഒന്നും ഇവിടെ പറ്റില്ല. അതൊരിക്കലും ഇവിടെ അനുവദിക്കുകയില്ല. കാരണം അതിനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇവിടെ നിലകൊള്ളുന്നത്. ഇവിടെ ഈ വിശുദ്ധ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം
ഖിയാമത്ത് നാൾ വരെ ഈ ദീനിന്റെ സംരക്ഷണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഏറ്റെടുത്ത് അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയും യാതൊരു സംശയമില്ല. അപ്പൊ ദീന് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീന് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. ദീന് എന്ന് പറഞ്ഞാൽ വദഉൻ ഇലാഹിയ്യ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രത്യേകമാവുന്ന ചില സംവിധാനങ്ങളും ചില നിശ്ചയങ്ങളുമാണ്. സായിഖുൽ ലിദവിൽ ഉഖൂൽ, ബുദ്ധിയുള്ള ആളുകൾ അത് തെളിച്ചു കൊണ്ടുപോകും. ഇലാമാവ ഖൈറുൻ ബിഇഖ്തിയാരിഹിമുൽ മഹ്മൂദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിക്ഷേപിച്ചതായ നല്ലതാവുന്നതായ അവർക്ക് അല്ലാഹു നൽകിയ ഒരു സ്വദേഷ്ടപ്രകാരം തെരഞ്ഞെടുക്കാനുള്ള പ്രത്യേകമാവുന്ന ഒരു ഖുവ്വത്ത്, ഒരു ശക്തിനെ അല്ലാഹു ഓരോ മനുഷ്യനും നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് അവനത് തെളിച്ചു കൊണ്ടുപോകും. ഇലാമാവ ഖൈറുൻ ലഹും ബിദ്ദാത്ത്, അവർക്ക് ഭൗതികമായും അവർക്ക് പാരത്രികമായും എല്ലാം നിൽക്കും അവർക്ക് ഗുണമുള്ളതായ ഒരവസ്ഥയിലേക്ക് അവരെ തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു വിശുദ്ധമാവുന്നതായ ഇലാഹിയാവുന്ന ഒരു സംവിധാനമാണ് ദീൻ. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദീനിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് എന്താ? അതൊരു ഇലാഹിയായ സംവിധാനമാണ്. ഈ ഇലാഹിയായ സംവിധാനത്തിൽ ഒരു നിലക്കുള്ളതായ കൈകടത്തലും സാധ്യമല്ല. ഒരു നിലക്കുള്ള കൈകടത്തലും അത് ഒരിക്കലും ആരെയും അനുവദിക്കുന്നതല്ല. അത് അനുവദിക്കാൻ ഈ സമൂഹം ഇവിടുന്നുള്ള ഒരു മുസ്ലിം വാക്കിയാണ് കാലത്തോളം ഒരു മുസ്ലിം എവിടെ ഉള്ളൂ എന്നൊക്കെ എന്നാലും അവൻ അതിനെതിരെ ശബ്ദിക്കും. കാരണം എന്തുകൊണ്ട്? ഇത് ഇലാഹിയായ ഒരു സംവിധാനമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മാത്രം അവതരിപ്പിക്കപ്പെട്ട ഒരു മതമല്ലത്. ഇത് മഹാന്മാരാവുന്നതായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള അമ്പിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത വിശുദ്ധമായ ഒരു ആശയമാണ് ഇസ്ലാം. നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അല്ല ബാങ്കൊടുക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ നിലക്ക് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ആദം നബി ഇവിടെ അവർ ഏറ്റെടുത്ത് അവർ ജീവിച്ചു പോകുന്നത് വിശുദ്ധമായ ഇസ്ലാം ദീനിന്റെ മേലിലാണ്. അവ്വൽ റസൂലാവുന്ന ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അവതരിപ്പിച്ചത് വിശുദ്ധമായ ഈ ദീനിനെയാണ്. അൽ അംബിയാഉ ഔലാദു അല്ലാത്തിൻ വദീനുഹും വാഹിദുൻ. അമ്പിയാക്കന്മാര് അവര് പല ഉമ്മമാരുടെയും ആപ്പന്മാരുടെയും ഒക്കെ മക്കളായിരിക്കും, പല കുടുംബത്തിൽ ജനിച്ചവരായിരിക്കും. പക്ഷേ ദീനുഹും വാഹിദ്, അവർക്കുള്ളതായ ദീൻ ഒറ്റൊരു ദീനാണ്. ഇസ്ലാം ദീൻ മാത്രമാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു വസിയ്യത്ത് ചെയ്തത് ഈ വിശുദ്ധമാവുന്നതായ ഈ ദീനാണ്. വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്കും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്കും ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്കും ഒക്കെ അല്ലാഹു അവതരിപ്പിച്ചത് ഈ വിശുദ്ധമായ ദീനിനെയാണ്. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഈ മഹാനാവുന്ന ഇബ്രാഹിം നബി യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറെ കാലങ്ങൾ കാണാതായിപ്പോയി. അവസാനം മിസ്റിലുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുപ്പായുമായും കൊണ്ട് മക്കൾ വന്നപ്പോൾ മഹാനാവുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ മക്കളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയോ? എന്റെ മകൻ യൂസുഫ് ഞാൻ അവനക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ വിശുദ്ധമാവുന്നതായ ശരീഅത്ത്, അതായത് ഇസ്ലാം ദീൻ, ആ ഇസ്ലാം ദീനിൽ നിന്ന് അവനക്ക് ഏതെങ്കിലും നിലക്കുള്ള വ്യതിചലനമുണ്ടോന്നാ. അപ്പൊ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമോ ഇവിടെ പ്രചരിപ്പിച്ച ദീനി വിശുദ്ധമാവുന്ന ഇസ്ലാമാണ്. അങ്ങനെ സർവ്വ അമ്പിയാക്കന്മാരും ഇവിടെ
മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിവിടെ പ്രചരിപ്പിച്ച, അവരിവിടെ ദഅവത്ത് നടത്തിയ, അവരിവിടെ പ്രബോധനം ചെയ്ത ദീൻ, അത് വിശുദ്ധമാവുന്നതായ ഈ ഇസ്ലാം ശരീഅത്താണ്. ശാഖാപരമായിട്ട് അവർ പല വ്യത്യാസങ്ങളുണ്ടാവും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തും തമ്മിൽ കാലോചിതമായിട്ട് പല വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. കാലത്തിന് അനുസൃതമായി കൊണ്ട് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണ ഒരു ഒരു നിയമസംഹിതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത്. അതിന്റെ മുമ്പുള്ളതായ ജനങ്ങൾക്ക് അത്രമാത്രം വിശാലമായ നിയമങ്ങളിലേക്കോ അല്ലെങ്കിൽ ശരീഅത്തിലേക്കോ ആവശ്യമില്ലായിരുന്നു. അത്രമാത്രമേ അവർക്കുള്ള വളർച്ച ഉള്ളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തോടുകൂടി മനുഷ്യൻ അതിന്റെ പൂർണ്ണ വളർച്ചയിലെത്തി. അപ്പൊ അവർക്ക് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുന്ന ഒരു വിശുദ്ധമാവുന്നതായ ചില നിയമസംഹിതകൾ, ആ അടിസ്ഥാനപരമായുള്ളതായ തൗഹീദ്, മറ്റത് അതിന്റെ അപ്പുറത്ത് ശാഖാപരമായുള്ള കുറെ കാര്യങ്ങൾ, കുറെ സംഹിതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടു. ആ അവതരിപ്പിക്കപ്പെട്ടതോടുകൂടെ തന്നെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ മുഴുവനും ഇവിടെ അവരിവിടെ അവതരിപ്പിച്ചത് വിശുദ്ധമാവുന്നതായ ദീൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഹിദാണ്. അല്ലാഹുവിനിക്ക് മാത്രമേ അല്ലാഹു മാത്രമേ ഇബാദത്തിന് അർഹതയുള്ളൂ. അല്ലാഹു നിയോഗിക്കപ്പെട്ടതായ അല്ലാഹുവിന്റെ മഹാന്മാരാവുന്നതായ അമ്പിയാക്കന്മാർ അവർ അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ്. അവർ അല്ലാഹുവിന്റെ അമ്പിയ ആണ്, അല്ലാഹുവിന്റെ മുർസലാണ് എന്ന് അവരെ സംബന്ധിച്ച് വിശ്വസിക്കണം. അത് തുടങ്ങി വിശ്വാസപരമായുന്ന ഒരുപാട് കാര്യങ്ങൾ ഇത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ മുഴുവനും അവതരിപ്പിച്ചതൊന്നാണ്. ഇതുകൊണ്ടാണ് ഈ ആയത്തിനെ ശറഅലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ എന്ന് പറഞ്ഞ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരാവുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തി ഫീ ഈദാനുൻ ബി അന്നമാ ശുരിഅ ലഹും സാദിറുൻ അൻ കമാലിൽ ഇൽമി വൽ ഹിക്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ അമ്പിയാക്കന്മാരിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഇ ചെയ്തതായ ഈ വിശുദ്ധമാവുന്ന ശരീഅത്ത്, ആ ശരീഅത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള പൂർണ്ണമാവുന്നതായ ഇൽമിനെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു നിൽക്കുന്നതായ സർവ്വരഹസ്യങ്ങളെ സംബന്ധിച്ചും അതിന്റെ പ്രായോഗികമാവുന്ന വശങ്ങളെ സംബന്ധിച്ചും മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവതരിപ്പിച്ചതാണ് ഈ വിശുദ്ധമാവുന്ന ശരീഅത്തിനെ എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ മഹാന്മാരാവുന്ന മുഫസ്സിറുകൾ രേഖപ്പെടുത്തി. അതോടുകൂടി അവർ മറ്റൊന്ന് കമാ അന്ന ബയാന നിസ്ബത്തിഹി ഇലൽ മദ്കൂരീന യദുല്ലു അലാ കൗനിഹി ദീനൻ ഖദീമൻ അജ്മഅ അലൈഹി റസൂലൂൻ. ഈ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിലേക്ക് ഈ വിശുദ്ധമായ ദീനിനെ ചേർത്തി പറയുമ്പോൾ അതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. മഹാന്മാരാവുന്ന ഈ ദീൻ എന്നുള്ളത് അത് ഖദീമാവുന്നതായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തുടങ്ങിയതായ വിശുദ്ധമായ ദീനാണ്. അജ്മഅ അലൈഹി റസൂലു. ഇത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർക്കുള്ളതായ ഏകകണ്ഠമായ അഭിപ്രായമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദീൻ അത് ഇലാഹിയായ ദീൻ ആണ്. അതിൽ യാതൊരു നിലക്കുള്ള പരിവർത്തനത്തിനോ എന്തെങ്കിലും നിലക്കുള്ള തിരുത്തലുകൾക്കോ അത് വിധേയമാക്കപ്പെടുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്തതായ ഒരു സത്യമാണ്. അനുവദിച്ചു കൊടുക്കാൻ സാധ്യമല്ല, ഒരിക്കലും അനുവദിക്കാൻ സാധ്യമല്ല. ആരെതിർത്താലും വിശുദ്ധമാവുന്നതായ ശരീഅത്തിലുള്ളതായ ഏതെങ്കിലും ഒരു ചെറിയ നിയമങ്ങളുണ്ടല്ലോ, ഈ നിയമത്തിനെ പോലും മാറ്റാൻ ഒരിക്കലും ഇവിടെ ഒരു മനുഷ്യനിക്കൊരിക്കലും അതിന് അർഹതയില്ല. ഇത് ആദ്യം ഇവിടുത്തെ ഭരണകർത്താക്കൾ മനസ്സിലാക്കണം. ഭരണകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ദീൻ കാര്യത്തിൽ ഇടപെടലില്ല അവർ വേണ്ടത്. ദീൻ എന്നുള്ളത് ഓരോ ദീനിന്റെയും അതിനോട് ബന്ധപ്പെട്ടതായ ആളുകൾക്ക് വിട്ടുകൊടുക്കുക. അവരവരെ ദീനനുസരിച്ച് അവർ ജീവിക്കട്ടെ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാൻ പറഞ്ഞത് എന്താ? ഒരു കാലത്തും ഈ വിഗ്രഹാരാധനക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾ ഈ വിഗ്രഹ ആരാധന വിട്ടുകൊണ്ട് ഈ ഏകദൈവത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലനെ ആരാധിക്കുക എന്നതും ഒരിക്കലും ഉണ്ടാവുന്നതല്ല. അവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതുകൊണ്ട് അവരോട് തുറന്ന് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. എന്നിട്ട് ലക്കും ദീനുക്കും വലിയ ദീൻ. അപ്പൊ ഓരോരുത്തരും അവര് ഇഷ്ടപ്പെടുന്നതായ ചില അവർക്കുള്ള തത്വങ്ങളും സംഹിതകളും ഒക്കെ ഉണ്ടാവും, തത്വസംഹിതകൾ ഉണ്ടാവും, നിയമങ്ങളുണ്ടാവും. അതനുസരിച്ച് ഓരോരുത്തരും ജീവിക്കട്ടെ. ഞങ്ങളെടുത്തുള്ളത് ഒരു ഇലാഹിയായ സംവിധാനമാണ്, ഇതനുസരിച്ച് ഞങ്ങളും ജീവിക്കാനാ. അപ്പൊ ആ ഇലാഹിയായ ഈ സംവിധാനത്തിൽ കൈകടത്തുക എന്നുള്ളത് ഭരണകർത്താക്കളെ സംബന്ധിച്ച് ആര് ഭരിച്ചാലും അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഭൂഷണമായ ഒരു നല്ല സംഗതിയല്ലാതെ അവരതിൽ കൈകടത്താൻ പാടില്ല.
അവരിവിടെ പറഞ്ഞല്ലോ ഭൗതികമായി ഇവിടെ ചെയ്യേണ്ട അത്ര കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ ഇവിടെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇസ്ലാമികമാവുന്ന, അതാ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഇസ്ലാമികമാവുന്ന സർവ്വ നിയമങ്ങളും പൂർണ്ണമായി ഞാൻ അനുസരിക്കാൻ തയ്യാറാണെന്നാ. ആ നിയമങ്ങൾ അത് 3 തൊലാഖാവട്ടെ 4 പെണ്ണുകെട്ടലാവട്ടെ എന്തായാലും അതൊക്കെ 3 തൊലാഖ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇവിടെ പറയുന്നത് കേട്ടാൽ തോന്നും മുസ്ലിമീങ്ങൾ മാത്രമേ തൊലാഖിരുന്ന ആളുകളുള്ളൂ. മുസ്ലിമീങ്ങളിൽ മാത്രമേ വിവാഹം എവിടെ ഉണ്ടോ അവിടെയൊക്കെ വിവാഹമോചനം ഉണ്ടാവും. അത് ഏത് മതത്തിലുണ്ട് വിവാഹമോചനം? വിവാഹമോചനം ചെയ്യാത്ത മതമുണ്ടോ? വിവാഹം ചെയ്താൽ വിവാഹമോചനം ഉണ്ടാവും. അത് 1, 2, 3 അങ്ങനെ തൊലാഖ് മുഖേന ഉള്ളതായ വിവാഹമോചനമുണ്ട്, ഫസ്ഖ് മുഖേനുള്ള വിവാഹമോചനമുണ്ട്, ഖുൽഉ മുഖേനുള്ള വിവാഹമോചനമുണ്ട്. പല സംവിധാനങ്ങളും വിശുദ്ധമാവുന്ന ശരീഅത്ത് അതിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേട്ടാൽ തോന്നും ഏതെങ്കിലും ഒരുത്തൻ അവൻ നിക്കാഹ് ചെയ്താൽ അവൻ 3 ഉടനെ ചൊല്ലിക്കൊള്ളണം എന്നാ. 3 ഉടനെ ചൊല്ലിക്കോളണം എന്നാണ് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമം എന്നാ. അങ്ങനെയാണ് ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ മതത്തിനെ പറ്റി മനസ്സിലാക്കാതെ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ അത് ഭരണകർത്താക്കൾ എന്നല്ല, ആർക്കും അത് യോജിച്ചതല്ല. അവരെ പടി ഓരോരുത്തരും അവരവർക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലി ചെയ്താൽ മതിയല്ലോ. മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പീഡനം മുസ്ലിം സ്ത്രീകൾക്കില്ല. ഇസ്ലാമിക ശരീഅത്ത് അത് കാലികമാണ്, ഏത് കാലത്തും അത് കാലികമാണ്. മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശരീഅത്തിലുള്ള പല നിയമങ്ങളും അത് മുസ്ലിം സ്ത്രീകൾക്കുള്ള സുരക്ഷത്തിന് വേണ്ടിയാണ്. ആ നിയമങ്ങൾ അനുസരിച്ച് മുസ്ലിം സ്ത്രീകൾ ഇവിടെ നടത്തുകയാണെങ്കിൽ ഇവിടെ ഒരു സുരക്ഷ, ഒരു ഇന്നൽക്കുള്ളതായ ഒരു പീഡനം ഒരു മുസ്ലിം സ്ത്രീകൾക്ക് എന്നല്ല, ലോകത്തുള്ളതായ ഒരു സ്ത്രീക്കും ഒരിക്കലും ഒരു പീഡനം ഒരിക്കലും എത്തൂല. ഒരു പീഡനത്തിനും ഒരു സ്ത്രീയും വിധേയമാവൂല. ആ നിലക്കുള്ളതായ സംവിധാനങ്ങളാണ് ഇസ്ലാമിക ശരീഅത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സ്ത്രീകൾക്കുള്ളതായ വിധിവിലക്കുകൾ. അവരെ പല മേഖലയിൽ നിന്നും ഒഴിച്ചു നിർത്തി. അതവർ പോരാത്തതുകൊണ്ടല്ല. സ്ത്രീകളെ പല മേഖലയിൽ നിന്നും ഒഴിച്ചു നിർത്തിയത് എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്കുള്ളതായ സംരക്ഷണമാണ് ഇസ്ലാമിക ശരീഅത്ത് ഏറ്റവും മുൻഗണന കൊടുത്തത്. അതുകൊണ്ടിട്ടാ. അപ്പൊ അങ്ങനെ പല മേഖലയിൽ നിന്നും ഒഴിച്ചു നിർത്തി. അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീ, ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ അവൾ 3 തൊലാഖും അത് ഒന്നിച്ച് ചെല്ലട്ടെ, 3 പ്രാവശ്യം ചെല്ലട്ടെ. ആരോ പറഞ്ഞല്ലോ ഇവിടെ 3 തൊലാഖ് ഒന്നിച്ച് ചെല്ലുന്നത് അത് ഒപ്പം പറഞ്ഞാൽ അത് 3ഉം പോവോ അല്ലെങ്കിൽ ഒന്നേ പോവുള്ളൂ എന്ന് പണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും അല്ലത്. അങ്ങനത്തെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളൂ. പണ്ഡിതന്മാർ ബഹുഭൂരിപക്ഷം 3ഉം 1ഉം ചെല്ലിയാലും 3ഉം പോകും തന്നെയാണ്. പണ്ഡിതന്മാരിൽ നിന്നുള്ളതായ ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. ഇത് കേട്ടാ വിചാരിച്ചു ചില ആളുകൾ ആരോപണം പറഞ്ഞല്ലോ നേരത്തെ. അങ്ങനെ 3 തൊലാഖ് ഒന്നിച്ച് ചെല്ലുക, 2 അത് വലിയൊരു അങ്ങനെ ഒരു വലിയൊരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അത് മഹാന്മാരാവുന്നതായ അയിമ്മത്ത് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലക്ക് മഹാന്മാര് അതിനെ സംബന്ധിച്ച് അവർക്കുള്ളതായ ഗ്രന്ഥങ്ങളിൽ ആ വിഷയം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വത്തഫഖ അഹ്ലുൽ ഫത്വ അലാ ലുസൂമി ഇഖാഇ തലാഖി സലാത്തി ഫീ കലിമത്തിൻ വാഹിദ. ഇത് മഹാന്മാരാവുന്നതായ ഫത്വന്റെ അയിമ്മത്തിനുള്ളതായ ഏകകണ്ഠമായ അഭിപ്രായമാണ്. ഒരാൾ 3 തൊലാഖും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് 3ഉം പോകും തന്നെയാണ്. 3 തൊലാഖും ചെല്ലണം എന്നല്ല നമ്മൾ പറയണത്. 3 തൊലാഖും ഒന്നിച്ച് ചെല്ലിക്കോന്നല്ല. 3 തൊലാഖും ചെല്ലേണ്ടതായ ഒരു ഘട്ടം വന്നാൽ അങ്ങനെ ചില ഘട്ടങ്ങൾ ഉണ്ടാവില്ലേ. ഇവിടെ 1000 പ്രാവശ്യം തൊലാഖ് ചെല്ലിയാലും ഈ വിശുദ്ധമാവുന്ന ശരീഅത്ത് അവതരിപ്പിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഈ വിശുദ്ധ ശരീഅത്ത് അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥയെ ഒരാൾക്ക് 1000 തൊലാഖും 2000 തൊലാഖും 3000 തൊലാഖും ഒക്കെ ചെല്ലാം. എത്ര തൊലാഖ് ചെല്ലിയാലും അവനെ മടക്കിയിരിക്കും ചെയ്യാന്നാ. അപ്പൊ അതിന് സ്ത്രീകൾക്ക് തന്നെ വളരെ പ്രയാസങ്ങൾ ഉണ്ടായി തീർന്നു. അപ്പൊ വിശുദ്ധ ശരീഅത്ത് അതിനൊരു പ്രത്യേകമാവുന്നതായ ഒരു തഹദീദ്, അതിനൊരു നിയമം വെച്ചു. തൊലാഖ് മടക്കിയെടുക്കാൻ പറ്റുന്ന തൊലാഖ് എന്ന് പറഞ്ഞത് അത്തൊലാഖു മറത്താനി, അത് 2 പ്രാവശ്യം. ആ 2 പ്രാവശ്യം തൊലാഖ് എഴുതി അതിന് ശേഷം ആ 2 പ്രാവശ്യമുള്ള തൊലാഖിൽ മടക്കിയെടുക്കുകയോ ഇദ്ദയിൽ മടക്കിയെടുക്കുകയോ അതല്ലെങ്കിൽ ഇദ്ദന്റെ ശേഷമാണെന്നുണ്ടെങ്കിൽ അവനിക്ക് മറ്റൊരുത്തൻ വിവാഹം ചെയ്യാതെ അവന്റെ നിക്കാഹിലേക്ക് പുതിയ നിക്കാഹ് കൊണ്ട് കൊണ്ടുവരാനോ സാധിക്കും. ഈ തൊലാഖും ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മൂന്നാമത്തെ തൊലാഖ് എന്നുള്ളത് അത് നല്ല നിലക്ക് അവളെ പിരിച്ചുവിടുക എന്നുള്ളതാ. ആ മൂന്നാമത്തത് ഒറ്റ വാക്കിൽ അത് ബാക്കിയാക്കിയാൽ, ഒറ്റ വാക്കിൽ 3 തൊലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ 3ഉം പോവില്ലെന്നാ. അത് 3ഉം പോവില്ല എന്നുള്ളത് വലിയൊരു ചർച്ചയൊന്നുമല്ല പണ്ഡിതന്മാരുടെ ഇടയിൽ. അതൊരു ന്യൂനപക്ഷം വഹുവ ഖൗലു ജുംഹൂറി സലഫീന, മഹാന്മാരാവുന്ന അയിമ്മത്തിൽ നിന്നുള്ളതായ ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അതാ. 4 മദ്ഹബിന്റെ അയിമ്മത്തിനുള്ള അഭിപ്രായം അതാ. 3ഉം ഒന്നിച്ച് പറഞ്ഞാൽ അത് ഒന്നിച്ചു പോകും.
അതിനെതിരിൽ വരുന്നതായ ഒരുപാട് 2-3 ഹദീസുകൾ അതിനെതിരിൽ വന്നിട്ടുണ്ട്. അങ്ങനെ തോന്നിപ്പിക്കണം. എങ്ങനെ 3 തലാഖിനെയും ഒന്നിച്ച് പറഞ്ഞാൽ 3 പോകൂല എന്ന് പറയുന്നതായ ഹദീസുകൾക്ക് മഹാന്മാരാവുന്നതായ ഇമാമിങ്ങൾ അതിനെ റദ്ദ് ചെയ്തുകൊണ്ടിട്ട് അവര് ആ ഹദീസുകളുള്ളതായ അതിലുള്ളതായ ചില തകരാറുകളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടിട്ട് അവർ ശക്തമായ ഭാഷയിൽ അവർ പറഞ്ഞത് എന്താ, 3 ഒന്നിച്ച് ചെല്ലിയാൽ അത് 3 പോവും. അപ്പൊ 3 ഒന്നിച്ച് ചെല്ലിയാൽ 3 പോവും എന്നുള്ളത് അയിമ്മത്തുൽ അർബഅത്തിന്റെ ഇജ്മാ ആണ്. അത് ജുംഹൂറു സലഫ് ബഹുഭൂരിപക്ഷം മഹാന്മാരാവുന്ന പണ്ഡിതന്മാർക്കുള്ളതായ അഭിപ്രായവും അതാണ്. പിന്നെ ഈ റുക്കാന തൊലാഖ് ചൊല്ലി എന്ന് പറയുന്നത് 3 തലാഖും ചൊല്ലി അത് അൽവത്ത കൊണ്ട് തലാഖ് ചൊല്ലി എന്ന് കാണിക്കുന്നതായ 2 അഭിപ്രായം 2 നിലക്കും ഹദീസുകളെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ 3 തലാഖും ചൊല്ലിയതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രണ്ടാമത് റുക്കാനോട് ചോദിക്കൂല നീ എത്രയാണ് നീ കരുതിയത് എന്നുള്ളത്. അപ്പൊ അൽബത്ത തൊലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ അവര് വളരെ 3 തലാഖും ചൊല്ലി എന്നുള്ള റിവായത്തിനേക്കാൾ അൽബത്ത അദ്ദേഹം വളരെ ഗണിതമായ നിലക്ക് ശക്തമായ ഭാഷയിൽ ഒരു തൊലാഖ് ചൊല്ലി. നിശ്ചയം നിന്നെ ഞാൻ തൊലാഖ് ചൊല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടാവും മൂപ്പര്. ആ പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് ചോദിച്ചത്, ആ സഹാബിനോട് ചോദിച്ചു, ഈ 1 കരുതിൻ്റെത് 2 കരുതിൻ്റെത് 3 കരുതിയെന്ന്. മൂപ്പര് പറഞ്ഞു ഞാൻ 3 കരുതിയിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, 3 കരുതിയാൽ 3 പോകുന്നുള്ളത് തന്നെയാണ്. അപ്പൊ തൊലാഖ് 3 ചെല്ലണം എന്നല്ല, ഒരാള് തൊലാഖ് ചെല്ലേണ്ടതായ ഒരു ഘട്ടം വരുമ്പോൾ അവന് അത് 1, 2 ഇനി 3 ഒന്നിച്ച് ചെല്ലിയാൽ ആ ചെല്ലിയത് കൊണ്ടിട്ട് തൊലാഖ് സംഭവിക്കോ ഇല്ലേ, 3 സംഭവിക്കോ ഇല്ലേ, അത് 3 സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ തൊലാഖ് ചെല്ലിപ്പിക്കുക എന്നുള്ളതൊരു പണിയല്ല വിശുദ്ധമാവുന്നതായ ഈ ദീനിലുള്ളത്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ദീനിന്റെ ശരീഅത്തിന്റെ പല നിയമങ്ങളിൽ അത് ശരിക്കും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാവാത്തത് കൊണ്ടല്ല ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് എങ്ങനെയെങ്കിലും ഇവരെ ഒരു മോശമുള്ളതായ ഒരു ജാതികളായി കൊണ്ട് ചിത്രീകരിക്കണം എന്നുള്ളതായ ഒരു നീചമായ അജണ്ട ആർക്കോ ഉള്ളത് കൊണ്ടിട്ട്. അതുകൊണ്ടുള്ളൂ ഇവിടെ എല്ലാ കുറ്റകൃത്യങ്ങളിലും ഇവിടെ കുറ്റകൃത്യം ആരെല്ലാം ചെയ്യണം, ആ കുറ്റകൃത്യം ഇവിടെ മുസ്ലിമുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ എല്ലാ സമുദായക്കാരും ഇന്ത്യയിൽ കുറ്റകൃത്യം ചെയ്യണില്ലേ. പക്ഷെ ഒരു മുസ്ലിം കുറ്റകൃത്യം ചെയ്താൽ അത് വലിയൊരു വിഷയമായി. മുസ്ലിം രണ്ടാമത് തൊലാഖ് ചൊല്ലിയാൽ അത് വലിയൊരു വിഷയമായി. ഒരു മുസ്ലിമിക്ക് ഒരു പെണ്ണിൽ നിന്നിട്ട് രണ്ടാമത്തെ ഭാര്യനെ വിവാഹം ചെയ്യേണ്ട പ്രത്യേക ഘട്ടം വരുമ്പോൾ അവൻ രണ്ടാമത്തെ ഭാര്യനെ വിവാഹം ചെയ്യണം. ആ വിവാഹം ചെയ്യാണ്ടെന്നല്ലാതെ അവനോട് പറയേണ്ട ഇജ്ജ് പോയി വ്യഭിചരിച്ചോന്നാ, പിന്നെ അങ്ങനെയാണ് പറഞ്ഞാൽ പോരെ. നീ പോയി ഒരു ഭാര്യനെ ഇജ്ജ് നിക്കാഹ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത് എനിക്ക് അങ്ങനത്തെ ഒരു ഭാര്യയിൽ കൂടി നിന്റെ ആവശ്യം നിനക്ക് നിർവഹിക്കപ്പെടാൻ സാധ്യമല്ലെങ്കിൽ നീ പോയി വ്യഭിചരിച്ചോന്നാ പറയേണ്ടത്. അപ്പൊ വ്യഭിചരിച്ചോ എന്ന് പറഞ്ഞില്ല എന്നാണോ വിശുദ്ധമാവുന്ന ശരീഅത്ത് ചെയ്ത തെറ്റ്? അപ്പൊ വിശുദ്ധ ശരീഅത്തിന്റെ സർവ്വ നിയമങ്ങളും അതിന് യുക്തി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട ആവശ്യമില്ല. അത് യുക്തി ഉണ്ടായാലും ഇല്ലെങ്കിലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് യുക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരീഅത്തിന്റെ നിയമങ്ങൾ പരിപൂർണമായും കൊണ്ട് ഉൾക്കൊള്ളാനും അത് വിശ്വസിക്കാനോ അവർ തയ്യാറാവണം. അപ്പൊ അത് യുക്തി ഉണ്ടാവുക അല്ലെങ്കിൽ യുക്തി ഇല്ലാതിരിക്കുക. യുക്തി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് യുക്തി മനസ്സിലായിക്കോളൊന്നുമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം യുക്തിയിലേക്ക് പായേണ്ട ആവശ്യമില്ല എന്ന്, അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. അല്ലാഹു റസൂൽ ഒരു സംഗതി കൽപ്പിച്ചാൽ അത് അതേപോലെ ചെയ്യാം. ഇപ്പൊ നമ്മളെ ചില മുസ്ലിം പെൺകുട്ടികൾക്കും അവരുടെ സംഘടനകൾക്കൊക്കെ അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ട്. 3 തലാഖ് ഒന്നിച്ച് ചെല്ലിയാൽ 3 പോകൂലെന്നോ അല്ലെങ്കിൽ 3 തലാഖ് എന്നുള്ള ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവരെ ബുദ്ധിമുട്ടാക്കുന്നതായ ഒരു പ്രവണതയാണെന്നൊക്കെ ചില കുട്ടികൾക്ക് ഉണ്ടായതുകൊണ്ടാണല്ലോ ചില സംഘടനകളൊക്കെ പറഞ്ഞത് ആ കുട്ടികൾക്കുള്ളതായ നയം ഞങ്ങൾക്കില്ല. ചില നമ്മളെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ പറഞ്ഞു അവരെ ആ നയമല്ല ഞങ്ങൾ കയ്യിലുള്ളത്, ഞങ്ങളെ സംഘടനന്റെ നയമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും പിന്നെ ആ ബുദ്ധി പിന്നെ കുട്ടികൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ വനിതാ സംഘടനകൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്ക് വളരെ മിതമായ ഭാഷയിൽ അല്ലെങ്കിൽ സൗഹാർദ്ദത്തിന്റെ ഭാഷയിൽ അവരോട് പറയാനുള്ളത്, കുട്ടികളെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ്. ആ 3 തലാഖ് എന്നുള്ളത് ഒരിക്കലും അത് അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ശരീഅത്ത്. ഏത് തലാഖിനും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്.
ത്വലാഖിനെ ശർഈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ത്വലാഖിനെ കൊണ്ടുള്ള അതോടുകൂടി ഓരോ ത്വലാഖിൽ നിന്നിട്ടും അത്തൻഫീർ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് വിശുദ്ധമാവുന്ന ശരീഅത്ത് ചെയ്തിട്ടുള്ളത്. എല്ലാ ത്വലാഖിനും ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും ഒക്കെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഗതി അനുവദിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷെ അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള സംഗതിയല്ല. അപ്പൊ വിശുദ്ധ ശരീഅത്തിലുള്ള ഓരോ നിയമങ്ങളും അതിങ്ങനെ നോക്കി ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം വരുന്ന സ്ത്രീകൾക്ക് ഇവിടെ ശരീഅത്ത് നിയമത്തിൽ കൂടി പോയാൽ സ്ത്രീകൾക്ക് വലിയ പ്രയാസങ്ങളാണെന്ന് പറഞ്ഞ് സ്ത്രീകളായ്മൽ എന്തായിക്കള അവരെ ഒരു മുസ്ലിം സ്ത്രീകളെയും പുരുഷന്മാരുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കുക, മുസ്ലിം സംഘടനകളുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് അവരവരുദ്ദേശിക്കുന്നതായ എന്തെങ്കിലും മോശമായ അജണ്ടകൾ ഉണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്താൻ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇവിടെയുള്ള കാലത്തോളം ഒരു ഭരണകൂടത്തിനും അനുവദിക്കില്ല എന്ന് ഈ അവസരത്തിൽ വളരെ പറയുക. ഒരു ഭരണകൂടത്തിനും അനുവദിക്കില്ല. ഭരണകർത്താക്കൾ ചെയ്യേണ്ടത് അവർ ഭരണപരമായിട്ട് ചെയ്യേണ്ടതായ കാര്യങ്ങൾ, ഇവിടെ ഭൗതികമായുള്ള സൗകര്യങ്ങൾ അവരുണ്ടാക്കി തരണം. ഭൗതികമായി പലതും ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്യട്ടെ. ഇവിടെ മതത്തിന്റെ കാര്യത്തിൽ ഇടപെടുകയല്ല വേണ്ടത്. മതത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ തീർച്ചയായും അതിന്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ഭരണകർത്താക്കളോടൊക്കെ ആരാണെങ്കിലും അവരോട് വളരെയധികം സൗമ്യമായ ഭാഷയിൽ നമുക്ക് പറയാനുള്ളത്, ഈ ഇന്ത്യ രാജ്യത്തിന്റെ അതിന്റെ ഈ നല്ല സ്വഭാവവും ഈ ഇന്ത്യ രാജ്യത്തിന്റെ നമ്മൾ അനുഭവിക്കുന്നതായ എല്ലാവരും അനുഭവിക്കുന്നതായ ഈ സ്വാതന്ത്ര്യവും ഇതൊക്കെ അനിക്കപ്പെടുന്ന നിലക്കുള്ളതായ ഒരു പ്രവണതയിലേക്ക് നീങ്ങിയാൽ അതിന്റെ ആപത്ത് വളരെ ശക്തമായിരിക്കും, വളരെ ശക്തമായിരിക്കും. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ മാനിക്കുകയും അതിനെ പരിപൂർണമായി ആദരിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയാണ് വിശുദ്ധ ശരീഅത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളെ ഈ സ്വദേശം, ഈ രാജ്യം, ഈ രാജ്യത്തിനോട് നമ്മൾ കടപ്പെട്ടവരാണ്. ഈ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്. ഈ രാജ്യത്ത് ഏതെങ്കിലും നിലക്കുള്ളതായ അനാവശ്യമാവുന്ന പ്രവണതകൾ അല്ലെങ്കിൽ വർഗീയത അല്ലെങ്കിൽ തീവ്രവാദം ഇതൊക്കെ ആരിൽ നിന്നുണ്ടായാലും അതിനെ എതിർക്കുന്നവരാണ് നമ്മൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഇവിടുത്തെ എല്ലാ തീവ്രവാദ സംഘടനകളെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എതിർത്തിട്ടുണ്ട്. ഒന്നിലൊന്നും കാരണം തീവ്രത ഭീകരത എന്നും പറഞ്ഞ ഇസ്ലാമിന്റെ സ്വഭാവമല്ല, ഇസ്ലാമിന്റെ ശൈലി അതല്ല. അതുകൊണ്ടുള്ള ഇസ്ലാമിലേക്ക് അങ്ങനത്തെ കെട്ടിവെച്ചുകൊണ്ടുള്ളതായ ആ ഒരു നിലക്കുള്ള സമീപനം മുസ്ലിങ്ങളോട് ഒരിക്കലും നല്ലതല്ല. ഇതേ ഭരണകർത്താക്കളോടും ആരോടും പറയാനുള്ളത്. കാരണം നമുക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇവിടെ ഭരിച്ചു. നബിന്റെ ഭരണം നോക്കിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭരണകാലത്ത് ഏതെങ്കിലും മറ്റൊരു മതസ്ഥനെ നബി നോവിച്ചിട്ടുണ്ടോ? നബി വേദനിപ്പിച്ചിട്ടുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു തആല നബിന്റെ ഭരണകാലം പരിശോധിച്ചു നോക്ക്, ഉമർ ബിൻ ഖത്താബിന്റെ ഭരണകാലം പരിശോധിച്ചു നോക്ക്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ ഭരണകാലം പരിശോധിച്ചു നോക്ക്, അലി റളിയല്ലാഹു തആല നബിന്റെ ഭരണകാലം പരിശോധിച്ചു നോക്ക്. ഇവരൊക്കെ ഭരണകാലത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിമല്ലാത്ത ഒരുത്തനെ അവർ ഭരണാധികാരികൾ നോവിച്ചിട്ടുണ്ടോ? നോവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്കുള്ള ആനുകൂല്യങ്ങൾ വകവെച്ചു കൊടുക്കുകയാണ് വിശുദ്ധമാവുന്ന ശരീഅത്ത് ചെയ്തിട്ടുള്ളത്. വിശുദ്ധമാവുന്നതായ മഹാന്മാരാവുന്നതായ ഇസ്ലാമിക ഭരണകർത്താക്കൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇസ്ലാമിക ഭരണം എന്നുള്ളത് ഇവിടെ അത് ഒരു ഭീകരതയോ അല്ലെങ്കിൽ ഒരു തീവ്രവാദം ഉണ്ടാക്കുന്നതായ ഒരു സ്വഭാവമല്ല. മുൻഗാമികൾ ആ ഭരണത്തിനെ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭരണത്തിൽ നിന്നാണ്. മഹാന്മാരാവുന്ന ഖുലഫാഉൽ അർബഅത്തിന്റെ ഭരണത്തിൽ നിന്നിട്ടാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭരണത്തിൽ നിന്നിട്ടാണ്. അവരൊക്കെ ഭരണം പരിശോധിച്ചു നോക്ക്. അങ്ങനെ ആവശ്യമില്ലാതെ എല്ലാത്തിനും മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ നേരേക്ക് എടുക്കുന്ന ഈ വൃത്തികെട്ട സ്വഭാവം അത് ആരിൽ നിന്നുള്ളതാണെങ്കിലും അത് അവസാനിപ്പിക്കലാണ് എല്ലാവർക്കും നല്ലത്. ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് അനുവദിക്കുന്നതായ ഈ സ്വാതന്ത്ര്യം, നമുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തുള്ള ഇന്ത്യക്കാർക്ക്, അവർക്ക് മതപരമായി ഇവിടെ എന്തെല്ലാം മതാചാരങ്ങൾ ഇവിടെ മുമ്പുണ്ടായിരുന്നു, ഇതിനൊക്കെ എതിർത്തോ. ഇവിടെ 4 ആൾ കൂടി ഒരു പെണ്ണ് കൊടുത്തതിനു മുമ്പ് 4 ആൾ കൂടിയടോ ഒരു പെണ്ണ് കൊണ്ടുവരിക, എന്നിട്ട് ഒരു പെണ്ണ് കൊടുത്ത് 4 ആൾക്കും ഒരു പെണ്ണ്. ഇങ്ങനത്തെ ആചാരങ്ങളും ഇങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ ഉള്ളല്ലേ, നമ്മളതിനെ എതിർത്തോ? അത് അവരെ വിശ്വാസമാണ്. അങ്ങനെ വിശ്വാസമാണെങ്കിൽ 4 ആൾ കൂടിയല്ല, ഇനി 10 ആൾ കൂടി ഒന്നിനെ കൊടുത്തോട്ടെ, അവൾക്ക് അതിന് സൗകര്യം ഉണ്ടെങ്കിൽ അവളതിന് കൈപ്പെട്ടു നിന്നോട്ടെ, നമുക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ.
അപ്പൊ ഓരോ മതത്തിലുമുള്ള ആചാരങ്ങൾ വളരെയധികം ചിലത് നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും, ചിലത് നമുക്ക് അതിനോട് ഉൾക്കൊള്ളാൻ കഴിയൂല, ചിലത് നമ്മളതായിട്ട് യോജിച്ചു പോകാൻ പറ്റൂല. നമ്മളതിനെ പറ്റിയൊന്നും എതിർക്കാൻ പോകുന്നില്ലല്ലോ. എന്താ കാരണം? അതൊരു മത ആചാരം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു മതത്തിന്റെ നിയമം എന്നുള്ള നിലക്ക് അതിനെ വർണ്ണപ്പെടുത്തുക എന്നുള്ള സ്വഭാവം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മുസ്ലിങ്ങൾ ഇതുവരെ മുസ്ലിങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ അങ്ങനത്തെ ഒരു കറുത്ത ഒരു പുള്ളി കാണാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം ശരീഅത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം മഹാന്മാരാവുന്നതായ നമ്മളെ മശായിഖന്മാർ ഇവിടെ സ്ഥാപിച്ചതായ പ്രസ്ഥാനമാണ്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എപ്പോഴും ഇങ്ങനെ പ്രതിഷേധ റാലിയോ അങ്ങനെ ഉണ്ടോ? എപ്പോഴും ഇങ്ങനെ പ്രതിഷേധ റാലി പുട്ടൊരു തേങ്ങണ്ണമാരിക്ക് എപ്പോഴും പ്രതിഷേധ റാലിയോ അല്ലെങ്കിൽ പ്രതിഷേധ മാർച്ച് ഇതൊന്നും നമ്മൾ സംഘടിപ്പിക്കലില്ല. നമ്മളെ ആവശ്യം വരുമ്പോൾ സംഘടിപ്പിക്കും. അത് സംഘടിപ്പിച്ചാൽ സംഘടിപ്പിച്ചതുപോലെയായി. കാരണം അത് സംഘടിപ്പിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. കേരളത്തിൽ ഒരു മതസംഘടനക്കും സാധ്യമല്ല. വിട്ടു നിൽക്കുന്ന ഏതെങ്കിലും മതസംഘടനകൾ ഉണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയണം ഈ അവസരത്തിൽ ഇതുപോലുള്ളതായ വിഷയങ്ങളിൽ ഒത്തുപോകാണ് എല്ലാവർക്കും നല്ലത്. എന്തെങ്കിലും ഭൗതിക